നമസ്കാരം. ഭാവിയിലെ യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും ആകാശത്തോ കരയിലോ മാത്രം നടക്കില്ല. അവ പലപ്പോഴും കണ്ണിൽപ്പെടാത്ത ആഴക്കടലിലും റഡാറുകൾക്ക് പോലും പിടികിട്ടാത്ത നിശബ്ദ മേഖലയിലും തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ലോകശക്തികൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് അന്തർവാഹിനി ശേഷിയിലേക്കാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 75 രാജ്യത്തിന്റെ സമുദ്രതന്ത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറുന്നത്. ഇത് വെറും ആയുധ വാങ്ങൽ പദ്ധതി മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുന്ന ദീർഘകാല സുരക്ഷാ രൂപരേഖയാണ്. ഇന്ത്യയുടെ ചുറ്റുപാടുള്ള സമുദ്രപ്രദേശം ഇന്ന് വേഗത്തിലേക്ക് മാറുകയാണ്. അതായത് പാകിസ്ഥാനുമായി തുടരുന്ന സുരക്ഷാ വെല്ലുവിളികളും ചൈനയുടെ വളരുന്ന നാവിക സാന്നിധ്യം, ഇൻഡോ പസഫിക് മേഖലകളിലെ ശക്തി പോരാട്ടം, ആഗോള വ്യാപാര പാതകളുടെ സുരക്ഷ എന്നിവയെല്ലാം ചേർന്നാണ് പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കരയിലും ആകാശത്തുമുള്ള ശക്തി മാത്രം മതിയാകില്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോലും നിരീക്ഷണവും പ്രതിരോധവും ഉറപ്പാക്കേണ്ട കാലമായി കൂടിയാണ്. അതുകൊണ്ട് അതിന് മറുപടിയായിട്ടാണ് പ്രൊജക്ട് 75 മുന്നോട്ട് വെക്കുന്നത്. പ്രൊജക്ട് 75 അനുസരിച്ച് ഇന്ത്യ 6 അത്യാധുനിക ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ പ്രത്യേകത എണ്ണം മാത്രമല്ല, അതിന്റെ സാങ്കേതിക ഗുണമേന്മ കൂടിയാണ്. നൂതന സെൻസറുകൾ, ആധുനിക ടോർപിഡോകൾ, ദൂരപ്രാപ്തിയുള്ള മിസൈലുകൾ, മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സവിശേഷതകൾ, സമകാലിക യുദ്ധ മാനേജ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പുതിയ തലമുറയായ സബ്മറൈനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ ശേഷിയെ വളരെ ഗണ്യമായി ഉയർത്താൻ ഇതിന് കഴിവുണ്ട്. എന്തായാലും ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാന സാങ്കേതിക ഘടകം എന്നത് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമാണ്. അതായത് സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ബാറ്ററി ചാർജ് ചെയ്യാൻ ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് ഉയരുകയോ സ്നോർക്കൽ ഉപയോഗിക്കുകയോ വേണം. അങ്ങനെ വരുമ്പോഴാകട്ടെ ശത്രുക്കൾക്ക് അവയെ കണ്ടെത്താനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ അതായത് AIP പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സബ്മറൈനുകൾ ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ സാധിക്കും. അതായത് കൂടുതൽ നിശബ്ദത, കൂടുതൽ ദൈർഘ്യമുള്ള ദൗത്യം, കൂടുതൽ രഹസ്യത്വം. യുദ്ധ സാഹചര്യത്തിൽ ഇത് വലിയൊരു ശക്തിയായാണ് കാണപ്പെടുന്നത്. എന്തായാലും ഇന്റർനാഷണൽ എന്നതിനേക്കാൾ, അതായത് പദ്ധതി പൂർണ്ണമായും ഇറക്കുമതി അധിഷ്ഠിതമല്ല, പൂർണ്ണമായും ആഭ്യന്തരവുമല്ല, വിദേശ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നിർമ്മാണ ശേഷിയും കൂടിച്ചേർക്കുന്ന തന്ത്രപരമായ പങ്കാളിത്ത മാതൃകയാണ് ഇത്. ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടക്കും, എന്നാൽ ലോകോത്തര സാങ്കേതിക കൈമാറ്റം ഉണ്ടാകും. ഈ മാതൃക ഇന്ത്യയുടെ ആത്മനിർഭർ പ്രതിരോധ ദർശനത്തോടും പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതാണ്. ഈ പദ്ധതിയുടെ ചിലവ് തുടക്കത്തിൽ ഏകദേശം 40,000 കോടി രൂപയായിരുന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോൾ അത് ഏകദേശം $8 ബില്യൺ ഉയർന്നിരിക്കുന്നത്. ഉയർന്ന സാങ്കേതിക വിദ്യ, ദീർഘകാല പരിപാലന സംവിധാനം, ആയുധ സംയോജനം, പരിശീലനം എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഏതായാലും അതായത് ഇതൊരു ചെലവല്ല, ഭാവി സുരക്ഷയിലേക്കുള്ള നിക്ഷേപമാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ജർമ്മനി ഈ പദ്ധതിയിൽ പ്രധാന പങ്കാളിയായി ഉയർന്നു വന്നതും ശ്രദ്ധേയമാണ്. ജർമ്മൻ പ്രതിരോധ സാങ്കേതിക വിദ്യ ലോകത്ത് വിശ്വസ്തതയ്ക്കും ഗുണമേന്മയ്ക്കും പേരുകേട്ടതാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജർമ്മനിയിലെ തൈസെൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം സൗകര്യം സന്ദർശിച്ചതും സഹകരണം അന്തിമഘട്ടത്തിലാണ് എന്ന സൂചന വ്യക്തമാക്കുകയാണ്. ഇന്ത്യ ജർമ്മനി പ്രതിരോധ ബന്ധത്തിൽ ഇതൊരു പുതിയ അധ്യായമായി തുടക്കാനിടയുണ്ട്. ഏതായാലും പ്രൊജക്ട് 75യുടെ മറ്റൊരു വലിയ നേട്ടമായി എടുത്തു പറയേണ്ടത് ആഭ്യന്തര വ്യവസായ വളർച്ചയാണ്. അന്തർവാഹിനി ഇന്ത്യയിലൂടെ നിർമ്മിക്കപ്പെടുന്നതിനാൽ നൂറുകണക്കിന് വിതരണ ശൃംഖലാ സ്ഥാപനങ്ങളും പ്രതിരോധ ഉൽപാദന മേഖലയ്ക്ക് ഇതൊരു ഗുണകരമാകും. സാങ്കേതിക വിദ്യ കൈമാറുന്നതോടെ ഭാവിയിൽ ഇന്ത്യക്ക് സ്വതന്ത്രമായി കൂടുതൽ നൂതന സബ്മറൈനുകൾ രൂപകൽപ്പന ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യവും ലഭിക്കും. അതായത് ഇതൊരു കരാർ മാത്രമല്ല, സമഗ്ര വ്യാവസായിക പരിവർത്തനം കൂടിയാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യം അതിലും വലുതാണ്. എന്തായാലും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ സജീവമാവുകയും പരമ്പരാഗതവും ആണവോർജത്തിന്റെ പ്രവർത്തനമായ സബ്മറൈനുകൾ അവർ മേഖലയിലേക്ക് വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം മലാക്ക കടലിടുക്ക് പോലുള്ള പ്രധാന സമുദ്ര ഗതാഗത പാതകൾ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന AIP സബ്മറൈനുകൾ ഇന്ത്യക്ക് സമുദ്രപാതയിൽ നിരീക്ഷിക്കുവാൻ ആവശ്യമെങ്കിലും തടയാനും കഴിവ് നൽകുന്നുണ്ട്.